ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു അച്ചാറായിട്ടാണ് കേട്ടോ. ഈത്തപ്പഴം മുന്തിരിയും കൂടിയിട്ടാണ്. കുറേ ദിവസമായിട്ട് ഈ മുന്തിരിയും ഈത്തപ്പഴമൊക്കെ അങ്ങനെ ഫ്രിഡ്ജിലിരിക്കണം. ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് കളയിൽ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ ഒന്നിനും എടുക്കില്ലല്ലോ. അത് നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, എന്ത് വേണ്ടതും വേണ്ടാത്തൊക്കെ ഫ്രിഡ്ജിൽ കണ്ടെടുത്തേക്കും, എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് എടുത്ത് കളയും. അപ്പോൾ ഇതിനി കളയാൻ പറ്റില്ല. ഇതെന്തായാലും അച്ചാർ ഉണ്ടാക്കണം. അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ്. നല്ല മധുരമുള്ളൊരു അച്ചാറാണല്ലോ. പിന്നെ ഈ അച്ചാർ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാൻ പറ്റും. അതുപോലെ നമുക്ക് മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, അത് ഏത് റൈസിൻ്റെ കൂടെ ഒരുപോലെ പോണതാണ്. മധുരമുള്ള അച്ചാറാകുമ്പോൾ അതിൽക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ആകെയുള്ളൊരു പണി ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുക്കണം. അപ്പോൾ അത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. മുന്തിരി നമ്മൾ എത്ര കഴുകിയെടുത്താലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ നല്ല കച്ചറുണ്ടാവും, പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു 3-4 പ്രാവശ്യം എടുത്ത് കഴുകിയിട്ട് നമുക്കൊന്ന് വാര വെക്കണം. എന്നാലാണ് അതിൻ്റെ അടിയിലത്തെ പൊടിയും മണ്ണൊക്കെ പോവുള്ളൂ. നമ്മൾ ഈ മുന്തിരിയൊക്കെ കാണുമ്പോൾ വിചാരിക്കുക നല്ല വൃത്തിയുള്ളതാണ്, പക്ഷെ അതിൻ്റെ അടിയിലൊക്കെ നല്ല പൊടിയാണ്. അപ്പോൾ അതൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടും പൊടി തന്നെയായിരുന്നു കേട്ടോ. മുന്തിരി വെള്ളത്തിലിട്ടൊക്കൊന്നും വേണ്ട, ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി അതൊന്ന് വാര വെക്കാം. വാര വെച്ചാൽ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പോയാൽ നമുക്ക് എണ്ണയിലിട്ട് എടുക്കുന്ന സമയത്ത് പൊട്ടി തെറിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഞാനിത് വാരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. ഇനി ഇതാ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് എടുക്കുന്നത്. അച്ചാർ പൊടിയൊന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ പൊടിയൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പിന്നെ അതങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾക്കും ശീലമായിട്ട് ഞങ്ങളും അച്ചാർ പൊടി എടുക്കാതെ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കി എടുക്കാറുള്ളത്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ അതും കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾ അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കണവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. നമുക്ക് അച്ചാർ പൊടിയുടെ കുത്തണ ഒരു ഇതില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ഒരു കുത്തലുണ്ടാവാറില്ല. അപ്പോൾ അത് ആ മുന്തിരിയിലത്തെ വെള്ളമൊക്കെ പോയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളി വേണം കേട്ടോ. നമ്മൾ വാളംപുളി ഇല്ലേ, സാമ്പാർ പുളി എന്നൊക്കെ പറയില്ലേ, പിഴിയണ പുളി. അപ്പോൾ അതും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് കുതിർന്ന് നമുക്ക് വേഗം പിഴിഞ്ഞെടുക്കാമല്ലോ. ഇനി ഇതാ കുറച്ച് ഉലുവ എടുക്കണ്ട കേട്ടോ. ഉലുവ പൊടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉലുവയും കായും കൂടി പൊടിച്ചിട്ട് ഇടുകയാണ്. അപ്പോൾ കായം എനിക്ക് കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടിയും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ മുളക് പൊടിയാണ് എടുക്കുന്നത്, നമ്മൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നത്. അത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാശ്മീർ ചില്ലിയും കൂടി എടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടി ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. അപ്പോൾ അതാ കറിവേപ്പിൻ്റെയും കൂടി. അപ്പോൾ ഇത്രയൊക്കെ മതിയിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണയിലാണ് ഈ ഒരു അച്ചാർ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, പക്ഷെ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറേ ദിവസത്തെ കേടുവരാതിരിക്കും. ഇനി നമുക്കൊന്ന് കായ ഇട്ട് കൊടുക്കുക. കായ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉലുവ കരിഞ്ഞ് പോവുകയും ചെയ്യും, കായം ഉള്ളൊന്ന് വേവാതെ മുരിയാതെ നമുക്കത് പൊടിച്ച് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതൊന്ന് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരിപ്പ കോരി കൊണ്ട് ഞാൻ അങ്ങനെ കോരി എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കോരിയാലൊന്നും കിട്ടണില്ല. എന്നിട്ട് ഞാനിത് എണ്ണ വേറൊരു പാത്രത്തിലേക്ക് ചിരിച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിതാ ഈ ഒരു മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുന്തിരി ഇടുന്ന സമയത്ത് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മേലിക്കൊക്കെ അത് പൊട്ടി തെറിക്കും. അപ്പോൾ അത് കാരണമാണ് ഇന്ന് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ മക്കൾ വന്നിട്ട് ബഹളം കൂട്ടിയിട്ട് ഞാൻ അവരെ എൻ്റെ മറ്റേ ഫോണും കൊടുത്തിട്ട് ഒരു ഭാഗത്ത് ഇരുത്തിയേക്കാണ്. എന്നാലും ഇടയ്ക്ക് പറയും, ഉമ്മച്ചി ഞങ്ങൾക്ക് ചുമക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സൗണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. അത് കാരണം ഇന്നത്തെ വോയിസിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ. ഒന്ന് ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യത്ത് നന്നാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് മുന്തിരിയൊക്കെ കോരി എടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നത്. കളറ് മാറിയിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പൊഴിച്ചതല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണയിൽ കൂടി പൊരിച്ചെടുത്താൽ മതിയിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അത് ഈത്തപ്പഴമൊക്കെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷം അതും കൂടി കോരി എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈന്തപ്പഴം എന്നൊക്കെ പറയണ്ടേ, നമ്മൾ പറഞ്ഞു പഠിച്ചതല്ലേ പറയുക. ഇനിയിപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് പറയാൻ വേണ്ട അല്ലേ, നമുക്ക് ഈത്തപ്പഴം തന്നെ മതി. പുറത്ത് നല്ല മഴയും അകത്ത് കുട്ടികളുടെ സൗണ്ടും. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കടുക് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ആ ഒരു ചതച്ചതും കൂടി ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി മുരിഞ്ഞ് വരുമൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതായി ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്നല്ലെങ്കിൽ സ്റ്റവ് ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ നല്ല സിമ്മാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു മുളകിൻ്റെ കുത്തൽ മാറി കിട്ടുള്ളൂ, പിന്നെ കരിയാതെയും കിട്ടുള്ളൂ.
ആ മുളകിൻ്റെ കുത്തിൽ മാറണമെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ കുത്തൊക്കെ മാറിയാലാണ് നമുക്ക് അച്ചാറിന് അതിൻ്റേതായ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതാ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കണക്കൊന്നും ഞാൻ പറയാത്തത്, ഞാൻ കുറച്ചധികം ഈത്തപ്പഴം മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എത്ര പുളി വേണം, എത്ര എണ്ണം എടുക്കേണ്ടത്, അതിനനുസരിച്ചിട്ട് പുളി എടുത്താൽ മതി. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറയാഞ്ഞത്. ഇനി ആ പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. തിളച്ച വെള്ളം ഉണ്ടായിരുന്നില്ല, അതിന് ചൂടാക്കാൻ വെച്ചിട്ട് അപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ സുർക്ക ഒഴിച്ച് കൊടുക്കണില്ല, സുർക്ക നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ കുറച്ച് ലൂസായിട്ട് ഇരിക്കണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, ചൂടുള്ള വെള്ളം. അപ്പോൾ എനിക്ക് കുറച്ച് കട്ടിയിലാണ്, ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ കൊടുത്തയക്കുന്ന സമയത്ത് അങ്ങനെ ലൂസാവണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമ്മൾ ഗൾഫിൽ കൊടുത്തയക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അങ്ങനെ നല്ല കട്ടിയിലാണല്ലോ ഉണ്ടാക്കി കൊടുത്തയക്കാറ്. പിന്നെ അവർ വേണമെങ്കിൽ സുർക്ക കുറച്ചും കൂടി ഒഴിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അത് നന്നായി തിളച്ച് ചെറുതായി വറ്റി വന്നതിൻ്റെ ശേഷം നമ്മുടെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുന്തിരി അതിൽ കിടന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം ഇങ്ങനെ ഇട്ടാലും ചെറുതായിട്ടൊക്കെ നുടഞ്ഞ് വരും, എന്നാലും നമുക്ക് ഈ ഒരു സമയത്ത് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എരിവും പുളിയും മധുരമൊക്കെ ആയി കിട്ടണമല്ലോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മക്കൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കുക. ഈത്തപ്പഴവും മുന്തിരിയും ഒക്കെ നല്ലതാണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് സുർക്ക ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കിടന്നിട്ട് തിളക്കുകയും ചെയ്യും. സുർക്കൊക്കെ തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നാശാവില്ല കേട്ടോ, അച്ചാർ കുറേ കാലം കേട് വരാതെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ എരിവും പിന്നെ ഈ പുളിയും എല്ലാം കൂടി ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പഞ്ചസാര പകരം ശർക്കര ഇട്ട് കൊടുക്കണമെന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ രുചി ആവില്ലല്ലോ. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി ഇതാ നമ്മളെ കായം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കായും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി വലിയതായിട്ട് അച്ചാറിന് പണിയൊന്നുമില്ല. ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല കായപ്പൊടി കുറച്ച് കുറവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതാ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ അച്ചാറൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിലൊന്ന് പറയണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് അച്ചാറൊക്കെ നന്നായി ചൂടാറിയതിൻ്റെ ശേഷം വേണം നമ്മൾ പാത്രത്തിലാക്കി വെക്കാൻ. അതറിയും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നന്നായി ചൂടാറിയതിൻ്റെ ശേഷം പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം കേട് വരാതിരിക്കും. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ ആക്കി വെക്കുന്നത്. ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ഒരു അംശമൊന്നും ഇല്ല. അത് കാരണം ധൈര്യമായിട്ട് നമുക്ക് അങ്ങനെ ആക്കി വെക്കാം. വെള്ളമൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകട്ടെ. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുറേ കാലം ഇത് പുറത്തിരിക്കും. അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണം കേട്ടോ. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്ന് പറഞ്ഞോളൂ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി പറയണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ കൂടെ എന്തിട്ടിട്ടാണ് അച്ചാർ ഉണ്ടാക്കണമെന്നും കൂടി പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.